നമസ്കാരം. ന്യൂസ് ബ്രേക്സിലേക്ക് വിശദമായി ഞാൻ ഉന്മേഷ് ശിവരാമൻ. ഉത്തർപ്രദേശിലെ ലക്നൌവിൽ കമ്പ്യൂട്ടർ പരിശീലന കേന്ദ്രവും ഗെയിമിംഗ് സെന്ററും പ്രവർത്തിച്ചിരുന്ന കെട്ടിടത്തിന് തീപിടിച്ച് 15 വിദ്യാർത്ഥികൾ മരിച്ചു. മരിച്ചവരിൽ ഏറെയും 20-നും 24-നും ഇടയിൽ പ്രായമുള്ളവരാണ്. ഒട്ടേറെ വിദ്യാർത്ഥികൾ താഴേക്ക് ചാടി രക്ഷപ്പെട്ടു. സംഭവത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനം രേഖപ്പെടുത്തി. UP സർക്കാർ ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ചു. PR അരവിന്ദ് വിവരങ്ങളുമായി ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. അരവിന്ദ്, വലിയ ദുരന്തമാണ്. ഈ തീപിടുത്തത്തിന് കാരണം എന്താണെന്ന് അറിവായിട്ടുണ്ടോ? എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ, അരവിന്ദ്? ഉന്മേഷ്, എന്താണ് തീപിടുത്തത്തിന്റെ കാരണമെന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. ഒരു ഉന്നതതല അന്വേഷണം ഇപ്പോൾ ഉത്തർപ്രദേശ് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 15 മരണമാണ് ഔദ്യോഗികമായി ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. നിരവധി പേർ ഇപ്പോഴും സമീപത്തെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഉത്തർപ്രദേശിലെ ലക്നൌവിലെ അലിഗഞ്ച് മേഖലയിലാണ് ഈ അപകടം നടക്കുന്നത്. അനിമേഷൻ കോച്ചിങ് സെന്ററാണ്. നിരവധി വിദ്യാർത്ഥികളായിരുന്നു ഈ തീപിടുത്തം ഉണ്ടായ സമയത്ത് അവിടെ ഉണ്ടായിരുന്നതിൽ. മരിച്ചവരിൽ ഏറെയും വിദ്യാർത്ഥികൾ എന്നതാണ് ഏറെ ദുഃഖകരമായ കാര്യം. 20-നും 24-നും വയസ്സിനിടയിൽ പ്രായമുള്ളവരാണ് മരിച്ചവർ. എന്തായാലും 15 മരണം ഔദ്യോഗികമായി തന്നെ സർക്കാർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. രക്ഷാപ്രവർത്തനം പൂർത്തിയായതായും ഉത്തർപ്രദേശ് സർക്കാർ ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ്. എന്തായാലും ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും ഈ കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി എടുക്കുമെന്നതാണ് ഉത്തർപ്രദേശ് സർക്കാർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഈ സംഭവ സ്ഥലത്തേക്ക് എത്തും. അതിനുശേഷം കൃത്യമായ നിർദ്ദേശങ്ങൾ ഉദ്യോഗസ്ഥർക്ക് നൽകും എന്നതാണ് മനസ്സിലാകുന്നത്. നേരത്തെ തന്നെ ഉത്തർപ്രദേശ് ഉപമുഖ്യമന്ത്രി അടക്കം സംഭവ സ്ഥലത്തേക്ക് എത്തുകയും അദ്ദേഹം രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുകയും എല്ലാം ചെയ്തിരുന്നു. അദ്ദേഹം വികാരഭരിതനാകുന്നതെല്ലാം നമ്മൾ കണ്ടതാണ്. 14 മൃതദേഹത്തോളം താൻ നേരിട്ട് കണ്ടു എന്നതാണ് ഉത്തർപ്രദേശ് ഉപമുഖ്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും എന്താണ് അപകടത്തിന്റെ കാരണമെന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. അനിമേഷൻ പഠിപ്പിക്കുന്ന ഒരു കേന്ദ്രത്തിലാണ് ഈ അപകടം ഉണ്ടാകുന്നത്. ഈ തീപിടുത്തം ഉണ്ടായതിന് പിന്നാലെ നിരവധി പേർ ഈ ജനലിലൂടെ അടക്കം പുറത്തേക്ക് ചാടി രക്ഷപ്പെടുന്നതെല്ലാം നമ്മൾ കണ്ടിരുന്നു. അങ്ങനെയും പലർക്കും പരിക്കേറ്റിട്ടുണ്ട്. എന്തായാലും പരിക്കേറ്റവർക്ക് ആവശ്യമായ ചികിത്സ അടക്കം നൽകി വരുന്നു എന്നതാണ് ഉത്തർപ്രദേശ് സർക്കാർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും രക്ഷാപ്രവർത്തനം പൂർത്തിയായിട്ടുണ്ട്. അന്വേഷണം ശക്തമാക്കുമെന്നും പരിശോധനകൾക്ക് ശേഷം എന്താണ് ഈ അപകടത്തിന് കാരണമെന്ന് വ്യക്തമാകൂ എന്നതാണ് ഉത്തർപ്രദേശ് സർക്കാർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ ആഭ്യന്തര സെക്രട്ടറിയോടും അതോടൊപ്പം തന്നെ DGPയോട് അടക്കം ഈ സംഭവ സ്ഥലത്തേക്ക് എത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൃത്യമായ അന്വേഷണം ഇവരുടെ നേതൃത്വത്തിലായിരിക്കും മുന്നോട്ട് പോവുക. എന്തായാലും അന്വേഷണത്തിന് ശേഷം കുറ്റക്കാർക്കെതിരെ നടപടി ഉണ്ടാകും. പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ അപകടത്തിൽ ദുഃഖം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. പരിക്കേറ്റവരുടെ കുടുംബത്തിന് 50,000 രൂപയും അതോടൊപ്പം തന്നെ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 2 ലക്ഷം രൂപയുമാണ് ഇപ്പോൾ പ്രധാനമന്ത്രി അടിയന്തര ധനസഹായം പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്തായാലും രക്ഷാപ്രവർത്തനം പൂർത്തിയായിട്ടുണ്ട്. ഇപ്പോൾ ഈ പരിക്കേറ്റവർക്ക് ആവശ്യമായ ചികിത്സാ സഹായങ്ങൾ നൽകുന്നതിനാണ് പ്രഥമ പരിഗണനയെന്നും ഉത്തർപ്രദേശ് സർക്കാർ അറിയിച്ചിരിക്കുകയാണ്. ഉന്മേഷ്. ശരി, PR അരവിന്ദാണ് ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേർന്നത്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയർ സ്റ്റാർമർ രാജിവെച്ചു. ലേബർ പാർട്ടിയിലെ ആഭ്യന്തര കലഹങ്ങളെ തുടർന്നാണ് രാജി. ആൻ ബേൺഹാം കിയർ സ്റ്റാർമറുടെ പിൻഗാമിയായേക്കും. 10 വർഷത്തിനിടെ 6ാമത്തെ പ്രധാനമന്ത്രിയാണ് ബ്രിട്ടനിൽ രാജിവെച്ചൊഴിയുന്നത്. വിലക്കയറ്റവും ക്ഷേമ പദ്ധതികൾ വെട്ടിച്ചുരുക്കിയതും UK-യിൽ സ്റ്റാർമറുടെ ജനപ്രീതി ഇടയാക്കി. ഇതിന് പിന്നാലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ലേബർ പാർട്ടി തിരിച്ചടി നേരിട്ടതോടെ പാർട്ടിക്കുള്ളിൽ ഒരു ഭാഗം സ്റ്റാർമർക്കെതിരെ കടുത്ത നിലപാട് സ്വീകരിക്കുകയായിരുന്നു. ബ്രിട്ടനിൽ ലേബർ പാർട്ടി MPയും ഒപ്പം മലയാളിയുമായ ശ്രീ സോജൻ ജോസഫ് ഇപ്പോൾ 24-നൊപ്പം തത്സമയം ചേരുകയാണ്. ശ്രീ സോജൻ ജോസഫ്, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഈ നമ്മുടെ നാട്ടിലൊക്കെ വരുന്ന റിപ്പോർട്ടുകൾ ഈ പാർട്ടിക്കുള്ള പ്രശ്നങ്ങൾ, തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തോൽവി, അതൊക്കെയാണ് ഇപ്പോഴത്തെ ഈ രാജിയിലേക്ക് നയിച്ചത് എന്ന തരത്തിലാണ്. ഇത് തന്നെയാണോ യഥാർത്ഥ കാരണം ഈ രാജിക്ക് പിന്നിൽ, ശ്രീ സോജൻ ജോസഫ്? ഒരു പരിധി വരെ അതാണ്. നമുക്ക് ഈ അടുത്തിടെ ഇവിടെ ഒരു ലോക്കൽ ഇലക്ഷൻ ഉണ്ടായിരുന്നു, തദ്ദേശ തെരഞ്ഞെടുപ്പ്. അതിൽ ലേബർ പാർട്ടിക്ക് 1500ഓളം കൗൺസിലർമാരെ നഷ്ടമായി. അതുമാത്രമല്ല, വളർന്നു വരുന്ന നൈജൽ ഫരാജിന്റെ നേതൃത്വത്തിലുള്ള തീവ്ര വലതുപക്ഷ പാർട്ടികളുടെ വളർച്ച അത് തടയുന്നതിൽ പ്രധാനമന്ത്രി കിയർ സ്റ്റാർമറിന് ഒരു പരിധിവരെ സാധിച്ചിരുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിന്റെ ലീഡർഷിപ്പിൽ ഒരു മാറ്റം വരണമെന്ന് ഞങ്ങളുടെ പാർട്ടിക്കുള്ളിൽ തന്നെ കുറെ MPമാരുടെ ഒരു ആഗ്രഹപ്രകാരമാണ് അദ്ദേഹം ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നത്. കഴിഞ്ഞ 2 വർഷക്കാലം 14 വർഷം പ്രതിപക്ഷത്തിരുന്നതിന് ശേഷം ഒരു വലിയ വിജയം ആണ് അദ്ദേഹം കരസ്ഥമാക്കിയത്. കഴിഞ്ഞ 2 വർഷക്കാലം നിരവധി നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹം കാഴ്ചവെച്ചെങ്കിലും ഈ വലതുപക്ഷത്തിന്റെ വളർച്ചയെ തടയുന്നതിൽ അദ്ദേഹത്തിന് കാര്യമായ ഒന്നും ചെയ്യാൻ സാധിക്കാതിരുന്നതിലുള്ള ഒരു പ്രതികരണം ഞങ്ങളുടെ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉണ്ടായിരുന്നു. അതിന്റെ ഫലമാണ് അദ്ദേഹം ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നത്. ഈ ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്ന പേരുകൾ തന്നെയാണോ പിൻഗാമി സ്ഥാനത്തേക്ക് വരിക? ഈ ഇപ്പോൾ നിലവിൽ ചർച്ചകൾ നടക്കുന്ന ആ പേര് തന്നെ ആകുമോ? ജനാധിപത്യം അതിൻ്റെ ഒരു ഏറ്റവും മനോഹരമായി കാണുന്ന ഒരു രാജ്യമാണ് ഈ UK.
ഇവിടെ രാജ്യത്തുള്ള ജനാധിപത്യം പോലെ തന്നെ പാർട്ടിക്കുള്ളിലും വളരെ നല്ല ജനാധിപത്യ രീതിയിലാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നതനുസരിച്ച് ആർക്ക് വേണമെങ്കിലും അടുത്ത നേതാവായി മുന്നോട്ട് വരാനുള്ള ഒരു അവസരം ഒരുക്കിയിരിക്കുകയാണ്. 1-2 പേരുകൾ മുന്നിൽ കേൾക്കുന്നുണ്ട്. ചിലപ്പോഴാണെങ്കിൽ എല്ലാവരും കൂടി ഒരാളിലേക്ക് തന്നെ തീരുമാനത്തിലെത്താൻ സാധ്യത കാണുന്നുണ്ട്. അതിനുള്ള ഒരു സമയപരിധിയും അദ്ദേഹം ഇന്ന് കീർ സ്റ്റാർമർ രാവിലെ രാജി പ്രഖ്യാപിച്ച കൂട്ടത്തിൽ പ്രഖ്യാപിച്ചിരുന്നു. അപ്പോൾ പുതിയ പ്രധാനമന്ത്രിയാകാൻ ആഗ്രഹിക്കുന്ന, അതുപോലെ തന്നെ പാർട്ടിയുടെ ലീഡറാകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് മുന്നോട്ട് വരാനുള്ള ഒരു അവസരമാണ്. 1-2 പേരുകൾ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ ശ്രീ ആൻഡി ബേർണത്തിന്റെ പേര് തന്നെയാണ് മുൻപിൽ നിൽക്കുന്നത്. ഇപ്പോൾ ഈ ഒട്ടനവധി മലയാളികളുള്ള ഒരു പ്രദേശം കൂടിയാണല്ലോ. അപ്പോൾ ഈ ബ്രിട്ടന്റെ പൊതുനയങ്ങൾ എന്നൊക്കെ പറയുന്നത് നമ്മുടെ നാട്ടിലും വലിയ ചർച്ചയാവുന്നതാണ്. ഈ നയങ്ങളും സമീപനങ്ങളും ഒക്കെ നടപ്പാക്കുന്ന ഒരു സമയത്ത് ഈ അടിക്കടി ഉണ്ടാകുന്ന ഇത്തരം ഭരണമാറ്റങ്ങൾ രാജ്യങ്ങളൊക്കെ അത് രാജ്യത്തിന്റെ മുന്നോട്ടുള്ള പോക്കിനെ ബാധിക്കുമോ ശ്രീ സോജൻ ജോസഫ്? തീർച്ചയായിട്ടും കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ 7 പ്രധാനമന്ത്രിമാരാണ് നമുക്ക് UK ഉണ്ടായിരുന്നത്. അത് ഏറ്റവും കൂടുതൽ കഴിഞ്ഞ കൺസർവേറ്റീവ് സർക്കാരുകളുടെ കാലത്ത് നിരവധി പ്രധാനമന്ത്രിമാരെ അവസാന കാലഘട്ടത്തിൽ അവർ മാറ്റി നോക്കി. ഇത് രാജ്യത്തിൻ്റെ പ്രത്യേകിച്ച് സാമ്പത്തിക സ്ഥിതിയിലും മറ്റുമൊക്കെ വളരെ ഒരു മോശമായ രീതിയിലുള്ള ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ഒരു കാരണം കൂടിയാണത്. പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി ആവശ്യമാണ് ഓരോ രാജ്യത്തിന്. നമുക്ക് നമ്മുടെ ഇന്ത്യയുടെ കാര്യമാണെങ്കിലും അതുപോലെ മറ്റു പല രാജ്യങ്ങളുടെ കാര്യങ്ങൾ നോക്കിയാലും പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഇത്രയും അധികം ഭൂരിപക്ഷമുള്ള MP-മാരുണ്ടായിട്ടും ഞങ്ങൾക്ക് അത് ഈ പെട്ടെന്ന് തന്നെ 2 വർഷത്തിനുള്ളിൽ പ്രധാനമന്ത്രിയെ മാറ്റേണ്ട ഒരു സ്ഥിതി വന്നത് പലരും ആശ്ചര്യത്തോടെയാണ് കാണുന്നത്. നമ്മുടെ ആളുകളുടെ ഒരു മെന്റാലിറ്റി മാറുന്നതിൻ്റെയും പെട്ടെന്നുള്ള ഒരു കാര്യങ്ങൾ പെട്ടെന്ന് നടക്കണമെന്നുള്ള ഒരു പ്രതീക്ഷയും ആളുകൾക്കുണ്ട്. ആ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തപ്പെടുന്നില്ല. നിരവധി നല്ല പോളിസികൾ അദ്ദേഹം കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ അനൗൺസ് ചെയ്തിരുന്നു. പക്ഷേ മുമ്പ് പറഞ്ഞ പോലെ ജനങ്ങൾക്ക് പെട്ടെന്ന് കാര്യങ്ങളിൽ മാറ്റം വരണമെന്നുള്ളൊരു ആഗ്രഹം സാധിക്കുന്നില്ല. അപ്പോൾ പ്രധാനമന്ത്രിയെ നിരവധി തവണ മാറ്റിയത് ഒരിക്കലും രാജ്യത്തിന് ഗുണകരമല്ല. അത് ജനങ്ങൾ ഇപ്പോൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ശരി, വളരെ നന്ദി ശ്രീ സോജൻ ജോസഫ് ഇത്രയും സമയം പ്രതികരിച്ചതിന്. ഏതായാലും പുതിയ ഭരണ നേതൃത്വം വരട്ടെ, ആ സമയപരിധിക്കുള്ളിൽ പുതിയ ഭരണ നേതൃത്വം വരട്ടെ, ബ്രിട്ടനിൽ പുതിയ നയങ്ങൾ വരട്ടെ, സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് കരുതുകയാണ്. നന്ദി. 24 ഓക്കെ. അടുത്ത വാർത്തയിലേക്ക്. കുറഞ്ഞ നികുതി ഘടനയിൽ വീര്യം കുറഞ്ഞ മദ്യം വിതരണം ചെയ്യാനുള്ള ബജറ്റ് പ്രഖ്യാപനത്തിൽ ഭരണപക്ഷത്ത് മുറുമുറുപ്പ്. കൂടിയാലോചനയില്ലാതെ പ്രഖ്യാപനം നടത്തിയതിൽ മുഖ്യമന്ത്രി VD സതീശനെ നേരിൽ കണ്ട് അതൃപ്തി അറിയിക്കാനാണ് എക്സൈസ് മന്ത്രി M ലിജുവിന്റെ തീരുമാനം. ആശങ്ക ദൂരീകരിക്കണമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും ആവശ്യപ്പെട്ടു. വീര്യം കുറഞ്ഞ മദ്യത്തിന് ബജറ്റിൽ നികുതി ഇളവ് നൽകിയതിൽ പ്രതിപക്ഷം വിമർശനം ഉന്നയിച്ചതിന് പിന്നാലെയാണ് കോൺഗ്രസിലെയും മുന്നണിയിലെയും പൊട്ടിത്തെറികൾ. വകുപ്പ് മന്ത്രി അറിയാതെയുള്ള തീരുമാനത്തിൽ പ്രതിഷേധം അറിയിക്കാനാണ് M ലിജു മുഖ്യമന്ത്രി VD സതീശനെ കാണുന്നത്. ആശങ്കകൾ ദൂരീകരിക്കണമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. ഇപ്പം മദ്യനയത്തിന്റെ കാര്യത്തിലായാലും ധാതുമണലിന്റെ കാര്യത്തിലായാലും ചില ആശങ്കകൾ വരുന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും അത്തരം ആശങ്കകൾ ദൂരീകരിക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനുണ്ട്. മാത്രമല്ല, ഒരു പോളിസി ഡിസിഷൻസ് ഏതായാലും സംസ്ഥാനത്തെ ബാധിക്കുന്ന ഗവൺമെന്റ് തീരുമാനങ്ങളിലെ നയപരമായ തീരുമാനങ്ങളിൽ പാർട്ടിക്കകത്തും ചർച്ചയുണ്ടാവും. ഇതിനിടെ എക്സൈസ് കമ്മീഷണറെ മന്ത്രി M ലിജു നിയമസഭയിലെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി. ബജറ്റിലെ പ്രഖ്യാപനത്തിൽ കഴിഞ്ഞ ദിവസം കോൺഗ്രസ് നേതാവ് VM സുധീരൻ മുഖ്യമന്ത്രി VD സതീശന് എതിർപ്പുന്നയിച്ച് കത്തയച്ചിരുന്നു. 24 തിരുവനന്തപുരം. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറയ്ക്കാനുള്ള ബജറ്റ് പ്രഖ്യാപനം പിൻവലിക്കണമെന്ന് പ്രതിപക്ഷം. മദ്യത്തിന്റെ വില കുറയ്ക്കാനുള്ള തീരുമാനത്തിനെതിരെ ക്രൈസ്തവ സഭകളും കാന്തപുരം സുന്നി വിഭാഗവും രംഗത്തെത്തി. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറയ്ക്കാനുള്ള ബജറ്റ് പ്രഖ്യാപനം മദ്യവ്യാപനം കൂട്ടാനുള്ള അപകടകരമായ നീക്കമാണെന്നാണ് പ്രതിപക്ഷത്തിന്റെ വിമർശനം. LDF ഭരണത്തിലിരിക്കെ നികുതി കുറയ്ക്കണമെന്ന ആവശ്യം കോൺഗ്രസ് MLA-മാരായ മാത്യു കുഴൽനാടനും അൻവർ സാദത്തും നിയമസഭയിലെ ചോദ്യത്തിലൂടെ ആവശ്യപ്പെട്ടിരുന്നു. നികുതി കുറയ്ക്കൽ അപകടകരമാണെന്ന് മനസ്സിലാക്കിയാണ് തീരുമാനമെടുക്കാതിരുന്നതെന്നും ഇടത് നേതൃത്വം ചൂണ്ടിക്കാട്ടുന്നു. നിശ്ചയിച്ചാൽ അപ്പോൾ വിൽക്കാൻ പറ്റും, നിശ്ചയിച്ചേ ഇല്ല. അങ്ങനൊരു മദ്യത്തിൽ നിന്ന് കിട്ടുന്ന 100, 500, 600 കോടി അല്ലെങ്കിൽ പിന്നീട് 1000, 2000 കോടിയുടെ ഒരു സെഗ്മെൻ്റായിട്ട് വന്നാൽ അതിൽ നിന്ന് കിട്ടുന്ന പണം വന്നാൽ നമ്മുടെ കൊച്ചുകുട്ടികളും നമ്മുടെ ഇതുവരെ കുടിക്കാത്ത ആളുകളും കുടിക്കുന്നൊരു ശീലം എന്ന നിലയിലേക്ക് വരണ്ട എന്നൊരു തീരുമാനം ഞങ്ങൾ ആലോചിച്ചെടുത്തുകൊണ്ട് തന്നെയാണ് അപ്പോൾ അത് കൊടുക്കാഞ്ഞത്. ഇത് നടപ്പിലാക്കേണ്ട ഈ തീരുമാനം പിൻവലിക്കാനാണ് ഗവൺമെൻറ് തയ്യാറാവേണ്ടത്. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ വിഷയത്തിൽ UDF-ന് വ്യക്തമായ കാഴ്ചപ്പാടുണ്ടെന്ന് മാത്യു കുഴൽനാടൻ നിയമസഭയിൽ പറഞ്ഞു. ഈ വീര്യം കുറഞ്ഞ മദ്യം എന്ന കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ആരാ? അദ്ദേഹം തന്നെ ഇതേ സീറ്റിലിരുന്ന് കൊണ്ടുവന്ന നിയമനിർമ്മാണമായിരുന്നു. അന്നത്തെ എക്സൈസ് മന്ത്രി കൊണ്ടുവന്ന നിയമമാണ്.
അപ്പൊ എനിക്ക് തോന്നിയത് ആ സമയത്ത് നെഗോസിയേഷൻസ് വെയർ ഓൺ. ആ നെഗോസിയേഷൻ കംപ്ലീറ്റ് ചെയ്യാത്തതുകൊണ്ടാണ് അദ്ദേഹം ചെയ്യാതെ. അതുകൊണ്ടായിരിക്കുമല്ലോ പെട്ടെന്ന് അദ്ദേഹത്തിന് ഇതിൽ അഴിമതി ഉണ്ടെന്ന് തോന്നാൻ കാരണം. മദ്യത്തിന് നികുതി കുറയ്ക്കാനുള്ള ബജറ്റ് പ്രഖ്യാപനത്തിനെതിരെ സമുദായ സംഘടനകളും രംഗത്തുണ്ട്. നടപടി ജൻസി വിരുദ്ധമാണെന്നും പിണറായി സർക്കാരിന് നടപ്പിലാക്കാൻ കഴിയാതെ പോയ പദ്ധതി VDS സർക്കാർ അടിച്ചേൽപ്പിക്കരുതെന്നും KCBC മധ്യവർത്തി സമിതി ആവശ്യപ്പെട്ടു. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകാനുള്ള ബജറ്റ് നിർദ്ദേശം ലഹരിക്കെതിരായ പോരാട്ടത്തിൽ വെള്ളം ചേർക്കലാണെന്ന് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ കുറ്റപ്പെടുത്തി. സർക്കാർ തെറ്റിദ്ധരിക്കണമെന്നും മലങ്കര ഓർത്തഡോക്സ് സഭ ആവശ്യപ്പെട്ടു. മദ്യനയത്തിൽ സർക്കാരിനെ കടന്നാക്രമിച്ച് കാന്തപുരം വിഭാഗത്തിന്റെ മുഖപത്രം സിറാജ് മുഖപ്രസംഗം എഴുതി. വാക്കാണ് വലുതെന്ന് പലവട്ടം പറഞ്ഞിട്ടുള്ള മുഖ്യമന്ത്രി പുതിയ നയവുമായി മുന്നോട്ട് പോകരുത്. തെരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞതിനോടും പ്രകടനപത്രികയോടും നീതി പാലിക്കണമെന്നും സിറാജിലെ മുഖപ്രസംഗം ആവശ്യപ്പെട്ടു. 24 തിരുവനന്തപുരം. സംസ്ഥാനത്ത് പകർച്ചവ്യാധി വ്യാപനം രൂക്ഷമായി തുടരുകയാണ്. ഡെങ്കിപ്പനി ബാധിച്ച് പാലക്കാട് അങ്കണവാടി ജീവനക്കാരി മരിച്ചു. പാലക്കാട് ചിറ്റൂർ പെരുമാട്ടി പള്ളിച്ചാർത്തക്കുളമ്പ് സ്വദേശിനി ഗീതയാണ് ഡെങ്കിപ്പനി ബാധിച്ച് മരിച്ചത്. കോഴിക്കോട് നാദാപുരത്ത് 7 വയസ്സുകാരിക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. ഈ മാസം ഇതുവരെ സംസ്ഥാനത്ത് 140 പേർക്കാണ് ഷിഗല്ല സ്ഥിരീകരിച്ചത്. പകർച്ചവ്യാധി വ്യാപനത്തിൽ സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് പ്രതിപക്ഷം. സംസ്ഥാനത്തെ ആരോഗ്യമേഖല പൂർണ്ണമായും സ്തംഭനത്തിലായെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. കെ മുരളീധരന്റെ പഴയ പരാമർശങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പ്രതിപക്ഷത്തിന്റെ വിമർശനം. LDF സർക്കാർ ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ പരിഹരിച്ചു വരുന്നതേയുള്ളൂ എന്നായിരുന്നു ആരോഗ്യമന്ത്രി കെ മുരളീധരന്റെ തിരിച്ചടി. ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള പകർച്ചവ്യാധി വരുന്നത് ഏതെങ്കിലും ഭരണാധികാരി ഭരിക്കുന്നത് കൊണ്ടാണെന്ന് കരുതുന്നവരല്ല സാർ. ആരോഗ്യമേഖലയിലെ കേരള മോഡൽ ലോകമാകെ അംഗീകരിച്ചതാണ്. എന്നാൽ ആ കേരള മോഡൽ UDF ഗവൺമെന്റ് കൈവിടുന്നു എന്നുള്ളതിന്റെ സൂചനകളാണ് ഈ 35 ദിവസത്തെ ഇടപെടലുകളിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. നിപ്പയിലെ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്നതിൽ വീഴ്ച സംഭവിച്ചുവെന്നും പകർച്ചവ്യാധികൾ പടർന്നു പിടിച്ചിട്ടും ആരോഗ്യവകുപ്പ് ഇടപെടുന്നില്ലെന്നും അടിയന്തര പ്രമേയ നോട്ടീസിലൂടെ പ്രതിപക്ഷം. ആരോഗ്യവകുപ്പിന് ഏകോപനമില്ലെന്നും ആരോഗ്യവകുപ്പ് ഡയറക്ടറേറ്റിൽ കസേരകളിയെന്നും PM മുഹമ്മദ് റിയാസ് കുറ്റപ്പെടുത്തി. പ്രതിരോധ പ്രവർത്തനങ്ങളിൽ തദ്ദേശ വകുപ്പ് മന്ത്രി KM ഷാജിക്കും പരിഹാസം. ജില്ലാ ഭരണ സംവിധാനവും തദ്ദേശ വകുപ്പുമായും ആരോഗ്യ വകുപ്പിന് ഏകോപനമില്ലാത്ത പ്രശ്നം വരുന്നു സാർ. ഇതിൽ തദ്ദേശ വകുപ്പ് മന്ത്രിയെ ഞാൻ കുറ്റപ്പെടുത്തില്ല സാർ. അദ്ദേഹം ഈ സത്യപ്രതിജ്ഞ ചെയ്ത ഉടനെ തന്നെ PM ശ്രീ അറബിക്കടലിൽ എറിഞ്ഞതിന്റെ ക്ഷീണത്തിലാണ്. പ്രതിപക്ഷത്തായിരുന്നപ്പോൾ K മുരളീധരൻ നടത്തിയ പരാമർശങ്ങൾ ചൂണ്ടിക്കാട്ടി ആരോഗ്യമന്ത്രിയെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വിമർശിച്ചു. സാധാരണഗതിയിൽ നിപ്പ വന്നത് അദ്ദേഹത്തിന്റെ ഭാഷയിൽ എരണം കെട്ടവര് ഇരിക്കുമ്പോൾ ആ രോഗം ഇങ്ങോട്ട് വന്നതാണ്. ഇവിടെ മരണപ്പെട്ടവരുടെ എണ്ണം ആ വർഷത്തത് അദ്ദേഹം എടുത്ത് ഉദ്ധരിച്ചപ്പോൾ സർ അപ്പുറത്ത് കൈയടിക്കുന്നത് കേട്ടല്ലോ. അത് എണ്ണം കെട്ടവരായതുകൊണ്ടല്ല, ആ രോഗത്തിന്റെ മാരകമായ പ്രഹരശേഷിയാണത് കാണിക്കുന്നത്. LDF സർക്കാരിന്റെ കെടുകാര്യസ്ഥത പരിഹസിച്ചു വരുന്നതേയുള്ളൂവെന്ന് പ്രതിപക്ഷത്തിന് ആരോഗ്യമന്ത്രി K മുരളീധരന്റെ മറുപടി. ആരോഗ്യവകുപ്പിൽ നിന്ന് ആകെ നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് കഴിഞ്ഞ 10 വർഷക്കാലത്തെ റീൽസും അവസാനത്തെ 5 വർഷത്തെ വീണ വീട്ടലുമായിരുന്നു സാർ ആരോഗ്യവകുപ്പുണ്ടായ ഏതൊരു പ്രശ്നം. വിവിധ വകുപ്പുകളുടെ ഏകോപനം ഉറപ്പാക്കിയെന്നും പ്രതിരോധ നടപടികൾ സ്വീകരിച്ചു വരുന്നെന്നും K മുരളീധരൻ പറഞ്ഞു. സംസ്ഥാനത്ത് എബോള സ്ഥിരീകരിച്ചുവെന്ന് പ്രതിപക്ഷം നോട്ടീസിൽ പറയുന്നത് തെറ്റാണെന്നും ആരോഗ്യമന്ത്രി. അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷം സഭ വിട്ടിറങ്ങി. 24 തിരുവനന്തപുരം. ആരോഗ്യവകുപ്പ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് ഡോക്ടർ KJ റീനിയെ നീക്കിയ നടപടി സ്റ്റേ ചെയ്ത കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഉത്തരവ് ചോദ്യം ചെയ്തുള്ള സർക്കാരിന്റെ അപ്പീൽ ഹൈക്കോടതി വിധി പറയാൻ മാറ്റി. നാളെ വൈകിട്ട് 4 മണിക്ക് വിധി പറയുമെന്ന് ജസ്റ്റിസുമാരായ അനിൽ K നരേന്ദ്രനും S മുരളീകൃഷ്ണയും ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. ഡോക്ടർ KJ റീനിയുടെ ഡെപ്യൂട്ടേഷൻ കാലാവധി ഫെബ്രുവരിയിൽ അവസാനിച്ചെന്ന് സർക്കാർ അറിയിച്ചു. സംസ്ഥാനത്തെ ആരോഗ്യമേഖലയിലെ അടിയന്തര സാഹചര്യം കണക്കിലെടുത്താണ് ഡയറക്ടറെ മാറ്റി നിയമിച്ചത്. തത്തുല്യമായ പദവിയിലാണ് പുതിയ നിയമനമെന്നും സർക്കാർ വാദിച്ചു. എന്നാൽ കേസുമായി ബന്ധപ്പെട്ട വസ്തുതകൾ പരിശോധിക്കേണ്ടത് ട്രൈബ്യൂണലാണെന്നും ഇടക്കാല ഉത്തരവിൽ ഇടപെടേണ്ട സാഹചര്യമുണ്ടോ എന്ന് മാത്രമേ പരിശോധിക്കുകയുള്ളൂവെന്നും കോടതി വ്യക്തമാക്കി. വീണ്ടും വാർത്തകളിലേക്ക്. നേതൃത്വത്തിന്റെ കൂട്ടരാജിക്ക് പിന്നാലെ അഭിനേതാക്കളുടെ സംഘടന അമ്മയിൽ അംഗങ്ങളുടെ രാജി തുടരുകയാണ്. ശ്വേതാ മേനോന് പിന്തുണ അറിയിച്ച് മല്ലികാ സുകുമാരൻ രാജിവെച്ചു. അഡ്ഹോക് കമ്മിറ്റിയിൽ നിന്ന് ആശ അരവിന്ദ് രാജി പ്രഖ്യാപിച്ചു. നേതൃത്വത്തിലെ ഗ്രൂപ്പിസമാണ് തകർച്ചയ്ക്ക് കാരണമെന്ന് മാലാ പാർവതി 24നോട് പറഞ്ഞു. ശ്വേതാ മേനോന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി കൂട്ടത്തോടെ രാജിവെച്ചിട്ടും അമ്മ സംഘടനയിലെ കലഹം ഒഴിയുന്നില്ല. ഇന്നലെ നടന്ന ജനറൽ ബോഡിയിൽ ശ്വേതാ മേനോനെ ഒറ്റതിരിഞ്ഞാക്രമിക്കാനുള്ള ശ്രമമാണ് ഉണ്ടായതെന്നാരോപിച്ച് മല്ലികാ സുകുമാരനും അമ്മയുടെ പടിയിറങ്ങി. സത്യത്തിനും ന്യായത്തിനും ശ്വേതയ്ക്കുമൊപ്പമെന്ന് ഫേസ്ബുക്കിൽ കുറിപ്പ്. പ്രശ്നങ്ങൾ പരിഹരിക്കാനായി രമേശ് പിഷാരടിയുടെ നേതൃത്വത്തിൽ വന്ന അഡ്ഹോക് കമ്മിറ്റിയിലും ആദ്യ രാജി. കഴിഞ്ഞ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുണ്ടായിരുന്ന ആശ അരവിന്ദാണ് രാജിവെച്ചത്.
കഴിഞ്ഞ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെക്കുറിച്ച് ഇത്രയേറെ ആരോപണങ്ങൾ വന്നിരിക്കെ താൻ അഡ്ഹോക്ക് കമ്മിറ്റിയിൽ ചേരുന്നത് ധാർമ്മികതയല്ലെന്നറിയിച്ചാണ് രാജി. ദൂർത്തും ഭരണ പോരായ്മയും സംഘടനയെ തകർത്തെന്ന് മാല പാർവതി 24-നോട്. ഒന്നാമത് പ്രസിഡന്റും സെക്രട്ടറിയും ഒരുമിച്ച് പോകേണ്ടവരാണ്. അതിൽ ആരാണ് വലുത് ആരാണ് ചെറുതെന്ന് നോക്കാനുള്ള സ്ഥലമല്ലത്. ഒരുമിച്ച് പ്രവർത്തിക്കണം. ഇവർ രണ്ടും രണ്ട് ചേരിയിലായി, എന്ത് കാരണങ്ങൾ കൊണ്ടാണെങ്കിലും. ഗ്രൂപ്പായിരുന്നു പ്രധാനമായിട്ടുള്ളത്. ഇവര് എന്താണ് ഇവിടെ ചെയ്യാൻ ശ്രമിച്ചത്? കേരളമാണ്, ഇവിടെ ഇങ്ങനത്തെ കഥകളൊന്നും ഓടൂല. അനീതിക്കെതിരെ താൻ നിന്നതുകൊണ്ടാണ് കുറ്റക്കാരനായതെന്ന് ടിനി ടോം സംഘടനാ വാട്സപ്പ് ഗ്രൂപ്പിൽ പ്രതികരിച്ചു. സംഘടനയുടെ പ്രാഥമിക അംഗത്വം ഉപേക്ഷിച്ച ലക്ഷ്മി പ്രിയ ഇനി ഒരു ആനുകൂല്യങ്ങളോ പെൻഷൻ പോലും വേണ്ടെന്നും വൈകാരികമായി വാട്സപ്പ് ഗ്രൂപ്പിൽ പറഞ്ഞു. നിലവിലുള്ള സാമ്പത്തിക ആരോപണങ്ങളിലടക്കം ഉടൻ അഡ്ഹോക്ക് കമ്മിറ്റി ചേർന്ന് തീരുമാനമെടുക്കും. 24 കൊച്ചി. മൈക്രോ ഫിനാൻസ് കോർഡിനേറ്റർ കെ മഹേഷിന്റെ ആത്മഹത്യയിൽ പ്രത്യേക അന്വേഷണം വേണമെന്ന ആവശ്യത്തിൽ പ്രതികരിക്കാതെ ആഭ്യന്തരമന്ത്രി. മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളിൽ നിന്ന് രമേശ് ചെന്നിത്തല ഒഴിഞ്ഞുമാറി. SIT അന്വേഷണം ആവശ്യപ്പെട്ട് കോൺഗ്രസ് നേതാവ് VM സുധീരൻ വീണ്ടും മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും കത്ത് നൽകിയിരുന്നു. SNDP യോഗം മുൻ മൈക്രോ ഫിനാൻസ് കോർഡിനേറ്റർ കെ മഹേഷിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട UDF സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുകയാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരൻ. അന്വേഷണത്തിലെ പോരായ്മ തുറന്നുകാട്ടി സുധീരൻ ഇന്നും മുഖ്യമന്ത്രിക്ക് കത്തയച്ചു. കഴിഞ്ഞ ജൂൺ 6 വിഷയത്തിൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടും കാര്യമായ നടപടികളൊന്നും ഉണ്ടായിട്ടില്ലെന്ന് സുധീരൻ കത്തിൽ ചൂണ്ടിക്കാട്ടി. കേസ് അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിക്കണമെന്നാവശ്യപ്പെട്ടുള്ള കത്തിന്റെ പകർപ്പ് ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയ്ക്കും കൈമാറി. വിഷയത്തിൽ പ്രതികരിക്കാൻ മന്ത്രി രമേശ് ചെന്നിത്തല തയ്യാറായില്ല. വെള്ളാപ്പള്ളി നടേശനെതിരെ VM സുധീരൻ രൂക്ഷ വിമർശനമാണ് കത്തിലൂടെ ഉന്നയിക്കുന്നത്. നിയമസംവിധാനത്തെ വെല്ലുവിളിക്കുന്ന സമീപനമാണ് വെള്ളാപ്പള്ളിയുടേത്. ഒരു നിയമവും തങ്ങൾക്ക് ബാധകമല്ലെന്ന മട്ടിലാണ് വെള്ളാപ്പള്ളിയുടെ പോക്ക്. അതിനാൽ നിയമവാഴ്ച ഉറപ്പുവരുത്താൻ ഭരണ സംവിധാനം ഉണർന്നു പ്രവർത്തിക്കാൻ വൈകരുതെന്നും കത്തിലൂടെ VM സുധീരൻ ആവശ്യപ്പെടുന്നു. 24 തിരുവനന്തപുരം. ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്ക് വേഗത്തിൽ. കൊച്ചിയിൽ അങ്കണവാടിയിൽ 3.5 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ 20കാരൻ പിടിയിലായി. ആലുവയിലെ സുഹൃത്തിന്റെ വീട്ടിൽ നിന്നാണ് പ്രതി കാശിനാഥിനെ ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. വിഷ്ണു സുരേഷുണ്ട് കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, വിവരങ്ങൾ. ഉന്മേഷ മനുഷ്യ മനസാക്ഷിയെ നടുക്കിയ ഒരു സംഭവമായിരുന്നു എളമക്കരയിൽ ഇന്നലെ റിപ്പോർട്ട് ചെയ്തത്. 3 വയസ്സുകാരിയെ അംഗനവാടിയിൽ സ്ഥിരമായി എത്തിയിരുന്ന യുവാവ് പീഡിപ്പിച്ചു എന്നുള്ളതായിരുന്നു ആ കേസ്. അതിനുശേഷം പോലീസ് വിശദമായ അന്വേഷണം നടത്തി. ഇപ്പോൾ ആ യുവാവിനെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. ആലുവയിലെ സുഹൃത്തിന്റെ വീട്ടിൽ നിന്നാണ് പിടികൂടിയത്. ആ കുട്ടി ശുചിമുറിയിൽ പോകുന്ന ഘട്ടത്തിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും തുടർന്ന് മാതാപിതാക്കളോട് കാര്യം പറയുകയായിരുന്നു. അങ്ങനെ മാതാപിതാക്കളുടെ പരാതിയിലാണ് കേസ് രജിസ്റ്റർ ചെയ്ത് ചൈൽഡ് ലൈൻ അടക്കം വിവരം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇയാളെ ഉടൻ എളമക്കര പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കും. ശരി, വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. ഇനി പൊതുജനം കഴുതയിലെ എന്ന പരിപാടി കാണാം. പ്രജിൻ സി കണ്ണനെത്തും. നമസ്കാരം.